പദവി ദുരുപയോഗം ചെയ്യുന്നവർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അങ്ങനെയുള്ള വാർത്തകൾ ദിനവും കണ്ടും കേട്ടും നമ്മൾ മടുത്തിരിക്കും. ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ലീഡർഷിപ്പിൽ വരുന്നവരെ വിമർശിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അവർ അവരുടെ പദവി ഉത്തരവാദിത്വങ്ങളെ നിറവേറ്റുന്നതിലുപരി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന ആരോപണം പരക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊരു സംഭവം ബൈബിളിലുണ്ട്. നമ്മൾ ചിന്തിച്ചു വരുന്ന ചിന്ത ആകാശം തന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്യുന്നു. നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ ചെയ്യണം. ഏൽപ്പിക്കാത്തത് ചെയ്യാൻ പരക്കം പായണ്ട. നോക്കൂ, സംഖ്യാപുസ്തകം 16-ാം അധ്യായം 8 മുതൽ ഞാൻ വായിക്കാം. പിന്നെ മോശെ കോരഹിനോട് പറഞ്ഞത്, ലേവിപുത്രന്മാരെ കേൾപ്പീൻ. യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുൻപാകെ നിൽപ്പാനും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? അവൻ നിന്നെയും ലേവിപുത്രന്മാരായ നിന്റെ സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയല്ലോ. നിങ്ങൾ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നുവോ? ഇത് ഹേതുവായിട്ട് നീയും നിന്റെ കൂട്ടുകാരൊക്കെയും യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു. നിങ്ങൾ അഹരോന്റെ നേരെ പിറുപിറുപ്പാൻ തക്കവണ്ണം അവൻ എത്രമാത്രമുള്ളൂ. തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുൻപാകെ നിൽക്കാനും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിനായി ഇസ്രായേലിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? നിന്നെയും നിന്റെ സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയല്ലോ. നിങ്ങൾ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നുവോ? ഈ പദവി ദുരുപയോഗം ചെയ്യുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായി. രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, സെബുലൂൻ, ഇസ്സാഖാർ, ദാൻ, നപ്താലി, ആശേർ, ഗാദ്, ജോസഫ്, ബെന്യാമീൻ എന്നിങ്ങനെ 12 ഗോത്രങ്ങൾ ഇസ്രായേലിനുള്ളതിൽ ലേവി എന്ന ഒറ്റ ഗോത്രത്തിന് മാത്രമേ മിനിസ്ട്രി സംബന്ധമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആലയം സംബന്ധമായ ധാരാളം ശുശ്രൂഷകളുണ്ട്. ഇന്നത്തെ പോലെയല്ല. ഇന്ന് നമുക്ക് അങ്ങനെ കാർമ്മിക ശുശ്രൂഷ കുറവല്ലേ. കർത്തൃമേശയുണ്ട്, സ്നാനമുണ്ട്, പിന്നീട് വിവാഹവും മരണവും ഇതൊക്കെ നമുക്കുള്ളൂ. ബാക്കി നമ്മൾ വർഷിപ്പും വചനവുമാണല്ലോ. എന്നാൽ അവർക്കതില്ല, വർഷിപ്പും ഇല്ല, വചനവും ഇല്ല. വർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ മൃഗങ്ങളെ കൊല്ലുക, യാഗം കഴിക്കുക, വിളക്ക് കൊളുത്തുക, വെള്ളം കൊണ്ട് കൈ കഴുകുക, ഇങ്ങനെ. അത് അനേകർ വരുമ്പം അനേകർക്ക് ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്തെടുക്കേണ്ടതിന് ലേവ്യ ഗോത്രത്തിൽ നിന്ന് ഓരോന്നിനും നിയമിക്കപ്പെട്ടവരുണ്ട്. പക്ഷെ രൂബേൻ ഗോത്രത്തിൽ നിന്നില്ല, യഹൂദ ഗോത്രത്തിൽ നിന്ന് പോലും ഇല്ല, ലേവി ഗോത്രത്തിൽ നിന്നേ ഉള്ളൂ. ഗർശോൻ, കെഹാത്ത്, മെരാരി എന്ന് പറഞ്ഞ് ലേവിയുടെ മക്കളിൽ നിന്ന് പല മക്കൾ വന്ന് ഫസ്റ്റ് കസിൻസ്, സെക്കൻഡ് കസിൻസ്, തേർഡ് കസിൻസ് ഇവരെല്ലാം ഇതിനകത്തുണ്ട്. എന്നാൽ അതിനകത്ത് തന്നെ അഹരോന്റെ ഒരു ഫാമിലിക്ക് മാത്രമേ പ്രീസ്റ്റ്ഹുഡ് ഉള്ളൂ. അവരോട് ഇവർക്ക് കുശുമ്പ്. എന്നാ, അവരെപ്പോഴും വലിയ കൂടിയ ഉടുപ്പൊക്കെ ഇട്ട് പൗരോഹിത്യത്തിനുള്ള ഡ്രസ്സ് സ്പെഷ്യലാണ്. ദൈവം പറഞ്ഞതാണ്. ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ, ഇപ്പം അങ്ങനെ ഇല്ല. അപ്പം അത് കണ്ടിട്ട് ഇവർക്ക് അതിനോട് മോഹം. എന്നിട്ട് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരോട് കലിപ്പ്. അവരെ വകവരുത്തണമെന്ന നിലയിലായി ചിന്ത, അവരുടെ കുറ്റം കണ്ടുപിടിക്കലായി. ജനാധിപത്യം അല്ല കേട്ടോ സഭയിൽ ദൈവാധിപത്യം.
ദൈവം തിരഞ്ഞെടുത്തവനെ ബുദ്ധിമുട്ടിച്ചാൽ അവനൊന്നും ചെയ്യത്തില്ല. പക്ഷെ ദൈവം നിന്റെ തലമുറയോടെ കണക്ക് ചോദിക്കും. അത് ചോദിക്കും, അത് ഉറപ്പാണ്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. പറഞ്ഞു വരുന്ന വിഷയം, നമ്മുടെ ജോലി എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിനെ വെളിപ്പെടുത്തുക. അതിനപ്പുറത്ത് നമുക്ക് തന്ന പദവിയെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. ദുരുപയോഗം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വേറൊരാളാകാൻ ശ്രമിക്കുക. അത് വേണ്ട. നിന്നെ എന്തോ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നീ കുറച്ചുകൂടെ നന്നായി ചെയ്യുക. ഡു ദ ബെസ്റ്റ് ഫോർ ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു.